മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ മച്ചേലിൽ കുരങ്ങുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. കൃഷിയിടങ്ങളും വീട്ടുപകരണങ്ങളും കുരങ്ങുകളുടെ കൂട്ടം നശിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മച്ചേൽ നിവാസികൾക്ക് കുരങ്ങുകളെ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളാണ് ഇന്നത്തെ കവല ചർച്ച ചെയ്യുന്നത്. മലയൻകീഴ് പഞ്ചായത്തിന് കീഴിലെ മച്ചേൽ വാർഡിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടുത്തെ നാട്ടുകാർ വലിയ ദുരിതത്തിലാണ്. പ്രധാനമായിട്ടും ഈ നാട്ടുകാരുടെ പ്രശ്നം എന്നത് കുരങ്ങൻ്റെ ശല്യമാണ്. ആഹാര സാധനങ്ങളായാലും ഇവിടുത്തെ കൃഷിയായാലും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഈ കുരങ്ങൻ ഇവിടെ വലിയ ദുരിതമാണ് വിതയ്ക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർ സുനിജ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം ഈ കുരങ്ങനെ കൊണ്ടുള്ളത്? മച്ചേൽ വാർഡിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വാനരശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ മലഭാഗത്തു നിന്നൊക്കെ വന്ന് നേരെ ഈ അടോട്ടൂണ് മഹാത്മാ നഗറിൽ കേന്ദ്രീകരിച്ച് തമ്പടിച്ച് അവിടെ ഇവിടുത്തെ കൃഷിനാശം. ഇവിടെ കൂടുതലും കർഷകരാണ്. വാഴ, മരിച്ചിനി, കപ്പ, തെങ്ങ്, ചക്ക ഇതുപോലെ ഒട്ടുമിക്ക വിളകളും അവർ നശിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ വേവിച്ച് വെച്ചാൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാലും വീട്ടിനകത്ത് നുഴഞ്ഞു കയറുക, അല്ലാതെ ഫർണിച്ചറുകളെല്ലാം വാരി വലിച്ച് നാശനഷ്ടങ്ങൾ വരുത്തുക. ആൾക്കാരെ സ്വൈരജീവിതം തന്നെ വളരെ കഷ്ടത്തിലാണ്. നമുക്കിതിനെതിരെ ഒരു നടപടി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല. വാനരന്മാരാണ്, ഫോറസ്റ്റിൽ നിന്ന് എന്തെങ്കിലും നടപടി സ്വീകരിച്ചാലേ കഴിയുള്ളൂ എന്നാണ് പഞ്ചായത്തിലൊക്കെ ഇതേ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നിവേദനം നൽകിയായിരുന്നു പഞ്ചായത്തിൽ? 2 തവണ ഞാൻ തന്നെ എഴുതി നൽകി. അതിനുശേഷം ഇവിടെ നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ച് ഇപ്പം ഒരുപാട് പേര് ഒപ്പിട്ട ഒരു നിവേദനം ഇപ്പം നൽകിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും നടപടി എടുക്കാമെന്ന് സെക്രട്ടറിയെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. വാഴ നട്ട് ഒരു വാഴ പോലും കിട്ടിയില്ല. 10-100 വാഴ നട്ടിട്ട് വെറും 10 മൂട് വാഴയാണ് കിട്ടിയത്. അതുപോലെ മരിച്ചിന് കൃഷി ചെയ്തിട്ട് എല്ലാം പടക്കം പൊട്ടിച്ചെറിയും പോലെയാണ് ഇങ്ങനെ പിച്ചിങ്ങനെ എറിയുന്നത്. അതുപോലെ പുറത്തോ വസ്ത്രങ്ങളൊന്നും നനച്ചിടാൻ പറ്റില്ല. കൊച്ചു കുട്ടികൾ തന്നെ ഇറങ്ങുമ്പോൾ ഇങ്ങ് ചീറിക്കൊണ്ടാണ് ആക്രമണം. പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ടാലും കുട്ടികളെ കണ്ടാലാണ് ഇതിൻ്റെ ആക്രമണം വളരെ രൂക്ഷമായി അനുഭവപ്പെടുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. രാവിലെയും വൈകുന്നേരമാണ് ഇത് കൂട്ടമായത്. ഈ ചൂട് സമയമായതുകൊണ്ട് വൃക്ഷങ്ങളിങ്ങനെ പമ്മിയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല. എന്നാൽ രാവിലെ 9 മണിക്കോ 2 മണിക്ക് ശേഷമാണ് ഇത് കൂട്ടമായി ആക്രമിക്കാറുള്ളത്. പിന്നെ വാട്ടർ ടാങ്കൊക്കെ ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിലേക്ക് കുളിക്കുക. നമ്മളിപ്പോൾ എപ്പോഴും മുകളിലോട്ട് കയറി നോക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പം തുറന്ന് കിടക്കുന്ന കാണാം. അപ്പം അതിനകത്ത് ഇറങ്ങി കുളിക്കുക. നമുക്ക് കുളിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളതങ്ങ് ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ അത് തുറന്ന് കിടക്കുന്നത് കാണുമ്പോഴായിരിക്കും നമുക്ക് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ അത് നമ്മൾ കല്ല് വയ്ക്കുക. കല്ല് വെച്ചാലും കല്ല് തള്ളിയിടുക. ഒരു വക വീടുകളിൽ വേവിച്ച് വയ്ക്കാൻ വയ്യ. ജനൽ വഴി എല്ലാം തുറന്ന് കഴിച്ചുകൊണ്ട് പോകും. ആഹാരം പാത്രങ്ങളെല്ലാം അടപ്പ് തന്നെ എടുത്ത് കഴിക്കുകയാണ്. പിന്നെ തെങ്ങിലെ കരിക്കുകൾ, പ്ലാവിലെ തെങ്ങ്, ചക്ക, മാങ്ങ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം പറിച്ച് പൂവിനെ തന്നെ എല്ലാം നശിപ്പിച്ച് കളയാണ്. പിന്നെ കുറേ ബോഞ്ചി ഒക്കെ നട്ടിരുന്നു പല ഐറ്റമായിട്ട് ഊട്ടിയിൽ നിന്നൊക്കെ കൊണ്ട് നട്ടത്. അതിനെ എല്ലാം പറിച്ച് ഒടിച്ച് എല്ലാം തീറ്റിയും 24 മണിക്കൂറും മതിലിൻ്റെ പേരെയും വീട്ടിയും പെണ്ണുങ്ങളെ വരട്ടുകയും ചെയ്യും. അങ്ങോട്ട് കല്ലെടുത്ത് എറിയാൻ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് ചാടി വരാൻ നിൽക്കും. ആണുങ്ങളെ കണ്ടാലേ മാറിപ്പോവുകയുള്ളൂ. ഡ്രസ്സുകളൊന്നും ഇട്ടിരിക്കാൻ നിവർത്തിയില്ല. എല്ലാം എടുത്തും കൊണ്ട് പോയി മുഖവും ദേഹവും ഒക്കെ തുടച്ചിട്ട് അങ്ങ് ഇറങ്ങി കളയും. അങ്ങനെ ഭയങ്കര ശല്യം. ആട്ടിനും എല്ലാം കലക്കി വെച്ച് അതെല്ലാം എടുത്തുകൊണ്ട് പോയി കളയും. ഭയങ്കര നഷ്ടമാണ്. ജനലിൻ്റെ ഇടയിൽ കൂടി കയറും, വീടിനകത്ത് വരും, വല്ല ഗോതമ്പ് അരിയ എന്തെങ്കിലും ഇരുന്ന് അതൊക്കെ എടുത്തുകൊണ്ട് ഓടിക്കളയും. എല്ലാം. സോളമൻ എന്ന കർഷകൻ്റെ കൃഷിയിടമാണ് ഈ കാണുന്നത്. ഇവിടെ നട്ടിരുന്ന കപ്പ മുഴുവൻ കുരങ്ങുകൾ നശിപ്പിച്ചു. മുക്കുന്നിമംഗലം പ്രദേശത്ത് പാറഖനനം കാരണമാണ് ഈ കുരങ്ങുകളെല്ലാം കൂടെ ഈ ഗ്രാമപ്രദേശത്ത് എത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാത്തിരിക്കുകയാണ് നാട്ടുകാർ.